ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രവും ദേവസ്വം സ്വത്തുക്കളും NSS കയ്യേറാൻ ശ്രമിക്കുന്നെന്ന ആരോപണത്തെ ശരിവെക്കുന്ന തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഉടമസ്ഥരായ ചാഴൂർ കോവിലകവുമായി ഉണ്ടാക്കിയ കരാറിനെ മറികടന്ന് NSSന്റെ പേരിലേക്ക് ക്ഷേത്രം കൈമാറ്റം ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടന്നത്. കോവിലകത്തിന്റെ പേരിൽ അടച്ചു വന്നിരുന്ന നികുതികളും ബില്ലുകളും സംഘടനയുടെ പേരിലേക്ക് മാറ്റാൻ കരയോഗം സെക്രട്ടറി റവന്യൂ വകുപ്പിന് നൽകിയ അപേക്ഷയുടെ പകർപ്പും ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി NSS അംഗങ്ങൾ തന്നെ കോവിലകത്തിന് നൽകിയ പരാതിയും ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജാതി വിവേചന വാർത്ത ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെയാണ് NSS നേതൃത്വത്തിലുള്ള ഭരണസമിതിയും കരയോഗവും ക്ഷേത്രം കയ്യേറാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നത്. മുൻ മേൽശാന്തി VV സത്യനാരായണനും സെക്രട്ടറി ജലജാസ് മേനോനും മുൻ ഭരണസമിതി അംഗങ്ങളുമാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ആരോപണങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. ക്ഷേത്ര ഉടമകളായ ചാഴൂർ കോവിലകത്തിന്റെ പേരിലാണ് 1972 മുതൽ 2018 വരെ സർക്കാരിലേക്ക് നികുതികളും ഇലക്ട്രിസിറ്റി ടെലിഫോൺ ബില്ലുകളും അടച്ചിരുന്നത്. ചാഴൂർ കോവിലകത്തിന്റെ പേരിൽ അടച്ചിരുന്ന നികുതികളും ബില്ലുകളും ഇനിയുള്ള വർഷങ്ങളിൽ NSSന്റെ പേരിൽ മാറ്റി നൽകണമെന്ന് കാട്ടി കരയോഗം സെക്രട്ടറി സുധീർ സി മുകുന്ദപുരം താലൂക്ക് ഓഫീസർക്ക് നൽകിയ അപേക്ഷയാണ് ഇത്. കോവിലകത്തെ അറിയിക്കാതെ ക്ഷേത്രം കയ്യേറാനുള്ള നീക്കം നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് NSS നൽകിയ ഈ അപേക്ഷയും അതിനെ തുടർന്നുണ്ടായ നടപടികളും. വില്ലേജ് ഓഫീസറുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട് താലൂക്ക് ഓഫീസിലേക്ക്. 2018-19 വരെ ചാഴൂർ പെരുമ്പടപ്പ് തെക്കേപ്പാട്ട് കോവിലത്തിന്റെ പേരിലാണ് ടാക്സ് അടച്ചിരുന്നെന്നും അതിനുശേഷം അത് കാരുകുളങ്ങര ദേവസ്വം അവർ തന്നെ മാറ്റി എന്നും. എന്നാൽ അതിനെ സംബന്ധിച്ച രേഖകൾ ചോദിച്ചപ്പോൾ യാതൊരു രേഖയും അവർക്ക് വിവരാവകാശം വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അതാണ് അപ്പോൾ ഒരു കാര്യം, വില്ലേജ് ഓഫീസിലെ അടിസ്ഥാന രേഖകളിൽ നിന്നും കോവിലകത്തിന്റെ പേര് മാറ്റി ആദ്യം കാരുകുളങ്ങര ദേവസ്വം എന്നും പിന്നീട് പയ്യെ NSS ആക്കാനുള്ള ശ്രമമായിരുന്നു. അതിനിടയ്ക്ക് ഈ പരാതികൾ വന്ന് ഞങ്ങൾ എവിടെ തുടങ്ങിയപ്പോഴാണ് നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിന്റെ പേരിലെ നികുതികളും ബില്ലുകളും അടയ്ക്കുന്നത് NSSന്റെ അനുമതിയോട് കൂടി മാത്രമേ ആകാവൂ എന്ന് കാട്ടിയാണ് കരയോഗം സെക്രട്ടറി റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകിയത്. ഇതേ തുടർന്ന് മുകുന്ദപുരം താലൂക്ക് ഓഫീസർ ഇരിങ്ങാലക്കുട വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാകട്ടെ ചാഴൂർ കോവിലകത്തിന്റെ പേരിലാണ് 50 വർഷത്തിലേറെ കാലം നികുതികളും ബില്ലുകളും അടച്ചു വന്നിരുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട 1975 കരാറും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടും മറച്ചുപിടിച്ച് ക്ഷേത്ര ഉടമകൾ NSS ആണ് എന്ന് രേഖപ്പെടുത്തിയ ഫ്ലക്സും ഇതിനിടയിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥാപിച്ചു. 2956 നമ്പർ കരയോഗത്തിന്റെയും നിലവിലെ ക്ഷേത്ര ഭരണസമിതിയുടെയും അറിവോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നതെന്നും ചാഴൂർ കോവിലകം അംഗങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ അവിടുത്തെ അമ്പലത്തിന്റെ കെട്ടിടങ്ങളുടെ പേരുകളിൽ നിന്നൊക്കെ ക്ഷേത്രത്തിന്റെ കോവിലകത്തിന്റെ പേര് മാറ്റി NSSന്റെ പേരിലാണ് ഇപ്പോൾ കെട്ടിട ടാക്സുകൾ അടയ്ക്കുന്നത്. ഇലക്ട്രിസിറ്റിയിലും 4 ഇലക്ട്രിസിറ്റി കണക്ഷനിൽ 4ലും കോവിലകത്തിന്റെ പേരില്ല. ഒന്നൊരു ഹൈന്ദവ സമുദായത്തിന്റെ അതൊരു സംഘടനയുടെ പേരിലാണ് ഇതൊക്കെ ഇതെങ്ങനെയാണ് ഈ കണക്ഷൻ സ്വാധീനിക്കുന്നത്? ഞാൻ സംശയിക്കുന്നത് അതിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കക്ഷി, വർഷങ്ങളായിട്ട് ഈ ഭാരവാഹിത്വം വഹിക്കുന്ന കക്ഷി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇപ്പോഴത്തെ KSEB സബ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടായിരിക്കും രേഖകളൊന്നുമില്ലാതെ മതിയായ രേഖകളില്ലാതെ മാറ്റാൻ കാരണം. മുൻ ഭരണസമിതിയെ പിരിച്ചുവിട്ട് ഇക്കഴിഞ്ഞ ജൂൺ 1-നാണ് NSS നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതി ക്ഷേത്രം പിടിച്ചെടുക്കുന്നത്. എന്നാൽ കയ്യേറ്റം നടത്തിയ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് ചാഴൂർ കോവിലകത്തിന് മുൻപ് പരാതികൾ നൽകിയിരുന്നു. പിന്നീട് അവരിൽ പലരും നിലപാട് മാറ്റി NSSനൊപ്പം വീണ്ടും ചേരുകയായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളുടെയും പരാതികളുടെയും പശ്ചാത്തലത്തിൽ NSSൽ നിന്നും ക്ഷേത്രം ഏറ്റെടുക്കാനും പൊതുജന പങ്കാളിത്തത്തോടെ പുതിയ ഭരണസമിതിയെ ചുമതലപ്പെടുത്താനുമാണ് ചാഴൂർ കോവിലകം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും കോവിലകം കുടുംബാംഗങ്ങൾ പറയുന്നു. ലിവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.